ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ആക്ച്വലി ഫസ്റ്റാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ താഴേക്ക് പോയി കേട്ടോ. അന്തു ചേട്ടൻ നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ ശല്യപ്പെടുത്താനായിട്ട് നിന്നില്ല. അങ്ങനെ താഴെ ചെന്നപ്പോഴത്തേക്കും താഴെ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയൊന്നും വീട്ടിലില്ലായിരുന്നു കേട്ടോ. അവർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ സപ്താഹം നടക്കുന്നുണ്ടായിരുന്നു. രാവിലത്തെ ഈ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് എനിക്ക് രാവിലെ കുറച്ച് പണികൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നല്ല. കല്യാണത്തിന് മുന്നേ എൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. രാവിലെ എണീറ്റ് വന്നാൽ ഞാൻ ആദ്യം ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുറ്റം അടിക്കും. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വീടൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിടും. ഈ രണ്ട് കാര്യങ്ങൾ വേറെ എന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനകത്ത് ഇട്ടു. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ നമുക്ക് രാവിലെ വെട്ടിക്കോട് അമ്പലത്തിൽ പോകണമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ ഇതെല്ലാം വിപ്രാളത്തിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അനന്തുചേട്ടൻ എണീറ്റ് വന്ന് ടീയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റെഡി ആവാനായിട്ട് പോയിട്ടുണ്ട്. ആക്ച്വലി അമ്പലത്തിൽ പോകുമ്പോൾ റെഡി ആവുന്ന വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. സത്യം പറഞ്ഞാൽ മറന്നുപോയി. കാരണം നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് വലിയ ശീലമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ ഭയങ്കരമായിട്ട് മറന്നു പോയിട്ടുണ്ട്. ഞാനുണ്ടല്ലോ ഈ യൂട്യൂബിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഷെയർ ചെയ്യാറുണ്ട്. ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളോട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ആക്ച്വലി ചെയ്തത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻസ് പറഞ്ഞ കുറേ പേരുണ്ട് കേട്ടോ. നീ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തൊഴുതിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം അവിടെ അടുത്തൊരു വെജിറ്റേറിയൻ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ അവിടുത്തെ ഒരു മസാല ദോശയും കൂടെ കഴിച്ചിട്ട് അങ്ങ് വീട്ടിലേക്ക് പോവാന്ന്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ കയറി മസാല ദോശയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കരിമീൻ ജ്യൂസ് ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അവിടുന്ന് ഒരു കരിമീൻ ജ്യൂസും കൂടെ കുടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ വീടിനടുത്താണ് കേട്ടോ. ഓൾറെഡി നമ്മൾ അതുവഴി പോകുന്ന സമയത്ത് എപ്പോഴും വാങ്ങി കുടിക്കാറുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ കുടിക്കാത്തവരൊക്കെ ഒന്ന് കുടിക്കണം. കാരണം നമ്മൾ ശാസ്താംകോട്ട കഴിഞ്ഞിട്ട് നമ്മൾ ആഞ്ഞിലിമൂട്ടിലേക്ക് പോകുന്ന റൂട്ടിലാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ലേന്ന്. കാരണം അമ്പലത്തിൽ സപ്താഹം ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ത്രെഡ് ചെയ്യാനും സ്പാ ചെയ്യാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് അമ്പലത്തിൽ താലപ്പൊലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഒരുങ്ങിയിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എല്ലാവരും റെഡിയായി, സാരിയൊക്കെ ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇവിടെ അടുത്താണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോലും തികച്ചില്ല അമ്പലത്തിലേക്ക്. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ അവിടുന്ന് കാറിൽ അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ വിളക്ക് കത്തിക്കേണ്ടതുകൊണ്ട് അമ്മയൊക്കെ ലാസ്റ്റാണ് കേട്ടോ അമ്പലത്തിലേക്ക് വന്നത്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും എല്ലാം സെറ്റായിട്ട് അവിടെ നിൽക്കുവാണ്. അങ്ങനെ താലപ്പൊലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം പ്രഭാഷണമൊക്കെ കേട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അവിടെ നമ്മൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അമ്മ അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.